ഇടലം പടമായിരുന്നു. ഈ റിവ്യൂ എടുക്കുന്ന ആൾക്കാർ പറയാനായിട്ട് പോവല്ലേ ആൾക്കാർ ചുമ്മാ അതിനെ പടം മോശമാണെന്ന് പറയാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, നല്ല പടമാണ്. അത് നാഗാർജുൻ്റെ മാത്രം കൊള്ളാം, ബാക്കി അമീർ ഖാനൊക്കെ എല്ലാം പോയി. കട്ട ബോറിങ്. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇത് ലോകേഷിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഫൈറ്റ് സീനൊക്കെ നല്ല രീതിയിൽ ചെയ്തു. പിന്നെ എവിടേക്കോ പോയിട്ടുണ്ട്. ലോകേഷ് പടം നമുക്ക് തോന്നില്ല, അത് ലോകേഷ് പടം ഒരു വീക്കസ്റ്റ് ലോകേഷ് പടം എന്ന് തന്നെ പറയാം. പടം ഹൈപ്പ് അനുസരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തോന്നില്ല, ഒരു ഹൈപ്പില്ല, 0 എക്സ്പെക്ടേഷൻസ് വെച്ച് വന്ന് കാണും. രജനീൻ്റെ ഫാൻ നന്നായിരുന്നു. ആവറേജ് കട്ട ആവറേജ്. ഇല്ല അതൊന്നും പറ്റില്ല, കട്ട ആവറേജ്, എല്ലാം ആവറേജ് തന്നെ. 3 മണിക്കൂർ പിടിച്ചാണിരുന്നത് എങ്ങനെയെങ്കിലും. അത് നാഗാർജുൻ്റെ മാത്രം കൊള്ളാം, ബാക്കി അമീർ ഖാനൊക്കെ എല്ലാം പോയി. കട്ട ബോറിങ്. ശ്രുതിഹാസനൊക്കെ പറയാൻ ഇല്ല, ഒന്നുമില്ല, എല്ലാം പോയി. സീരിയലൊന്നും ഇല്ല, അതിൽ ഈ തട്ടി ഇടിയും പടിയൊക്കെ തന്നെ, ഒന്നുമില്ല വേറെ. ബ്രോ കൊള്ളാം ബ്രോ, നല്ല പടമാണ്. ഒരു ഹൈപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ നല്ല പടമാണ് ബ്രോ. ഫസ്റ്റ് ദിവസത്തെ ഹൈപ്പിൻ്റെ ഇതിലാണ് പടം ഡീഗ്രേഡ് ആയി പോയത്. പിന്നെ ചിലയിടത്തൊക്കെ താണ്ട് ലോകേഷിൻ്റെ ഒരു പടത്തിൻ്റെ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ, ഇതുവരെയുള്ള പടത്തിൻ്റെ ഗ്രാഫ് വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിക്ക് പടം തന്നിട്ടുണ്ട്. എന്നാൽ അതേപോലെ തിരിച്ചും ചെയ്തിട്ടുണ്ട്. അനിരുദ്ധ് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇത് ലോകേഷിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഫൈറ്റ് സീനൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എവിടേക്കോ പോയിട്ടുണ്ട്. അമീർ ഖാൻ്റെ ആവശ്യമില്ലായിരുന്നു ബ്രോ പടത്തിൽ. ഹിന്ദി പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും അമീർ ഖാൻ്റെ ഒരു ആവശ്യം ഈ പടത്തിലുണ്ടെന്ന് തോന്നില്ല. പക്ഷേ കൊള്ളാം, എടുത്തു വെച്ചിരിക്കണം. അമീർ ഖാൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി നല്ല രീതിക്കാണ് ചെയ്തിട്ടുണ്ട്. പടം ആവറേജ് പടം. എക്സ്പെക്ടേഷൻ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴത്തേക്കും നല്ല ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് കണ്ടപ്പോഴത്തേക്കും നമുക്ക് അറിയാം. പിന്നെ ഒരു ലോകേഷ് പടമായിട്ട് നമുക്ക് തോന്നില്ല, അത് ലോകേഷ് പടം ഒരു വീക്കസ്റ്റ് ലോകേഷ് പടം എന്ന് തന്നെ പറയാം. പക്ഷേ കൊള്ളാം, എലിവേഷൻ സീൻസൊക്കെ കൊള്ളാം. പിന്നെ അനിരുദ്ധൊക്കെ പീക്കായിരുന്നു, ഓക്കെയാണ്. ഭയങ്കര ഡീഗ്രേഡാണ്, പക്ഷെ അത്രയ്ക്കൊന്നും ആവശ്യമില്ല, കൊള്ളാം. മീൻസ് അമീർ ഖാൻ്റെ സീനൊന്നും വേണ്ടായിരുന്നു, അമീർ ഖാൻ വേണ്ടായിരുന്നു. പിന്നെ ഹൈപ്പ് ഇത്രയൊന്നും വേണ്ട. അത്ര പടം ഹൈപ്പ് അനുസരിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് തോന്നില്ല, ഒരു ഹൈപ്പില്ല, 0 എക്സ്പെക്ടേഷൻസ് വെച്ച് വന്ന് കാണും. ലോകേഷ് നല്ല രീതിക്ക് തന്നെ ചെയ്തു. ലോകേഷിൻ്റെ എല്ലാ പടം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊന്നും അത്ര ഇതില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ലോകേഷ്. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. 1 ടൈം വാച്ച്, നല്ല മൂവിയാണ്. ലാസ്റ്റ് തൂക്കി. കുഴപ്പമൊന്നുമില്ല ബ്രോ, കാണാം, നല്ല ബ്രോ. കണ്ടോ? പടം അടിപൊളിയായിരുന്നു ബ്രോ. വലിയ ആവറേജ് ഒന്നും പറയാനില്ല. ഇന്നലെ ഫസ്റ്റ് ഡേ കണ്ടവർ എങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ രജനിഫൈഡ് മൊമെൻറ്റ്സ് ഉണ്ട്, ഗൂസ് ബംസും ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും പെർഫെക്റ്റ്ലി യൂസ്ഡ് ആണ്. പിന്നെ ഒരു ലോകേഷിൻ്റെ അത്രയും വലിയൊന്നും പറയാനില്ല, പക്ഷേ നല്ല പടമായിരുന്നു. നല്ല സിനിമയായിരുന്നു. ബീജൊക്കെ വെറും സെറ്റായിരുന്നു. ഇടലം പടമായിരുന്നു. ഈ റിവ്യൂ എടുക്കുന്ന ആൾക്കാർ പറയാനായിട്ട് പോവല്ലേ അത് തന്നെ, നല്ല പടമായിരുന്നു. ഈ ആൾക്കാർ ചുമ്മാ അതിനെ പടം മോശമാണെന്ന് പറയാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, നല്ല പടമാണ്. നല്ല പടം. ബാഡ് റിവ്യൂ പറഞ്ഞവർക്കൊക്കെ എന്താ പറ്റിയെന്ന് അറിയില്ല, നല്ല പടം, എനിക്കിഷ്ടപ്പെട്ടു.